നമുക്ക് നല്ല ടേസ്റ്റുള്ള പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കസ്റ്റർഡ് ഉണ്ടാക്കാം കേട്ടോ. സത്യം പറഞ്ഞാൽ ഇത് ഞാനിപ്പോൾ മൂന്നാമത്തെ തവണയാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ ഫസ്റ്റ് സമയം ചെറുതായിട്ടൊരു ഫ്ലോപ്പായിരുന്നു. രണ്ടാമത്തത് കുറച്ചും കൂടി ബെറ്റർ. മൂന്നാമത് ഉണ്ടാക്കി എന്തായാലും അടിപൊളിയായിരുന്നു. പിന്നെ ഞാനിപ്പോൾ വീഡിയോ ഇടുന്നതിന് മുന്നേ തന്നെയും 1-2 തവണ കൂടി ഉണ്ടാക്കി. കാരണം ഒരു പാക്കറ്റ് പൊടി വാങ്ങിച്ചപ്പം ഫ്രൂട്ട്സ് ഒരുപാട് വാങ്ങിച്ചു തന്നല്ലോ, അപ്പോൾ തീരുന്നത് വരെ ഉണ്ടാക്കണമല്ലോ. 2-3 ദിവസം കണ്ടിന്യൂ ഞാൻ ഇത് തന്നെയായിരുന്നു കേട്ടോ ഉണ്ടാക്കിയത്. അതിന് വേണ്ടി അത്യാവശ്യം നല്ല ഫ്രൂട്ട്സൊക്കെ എടുത്ത് കഴുകി ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പാക്കറ്റ് പാലിനകത്ത് ഞാൻ ഉണ്ടാക്കുന്നത് 500 ml. അതിനകത്തൊരു 20-25 ml മാറ്റി വെച്ചിട്ട് 2.5 ടീസ്പൂൺ കസ്റ്റർഡ് നന്നായിട്ട് കട്ട കൂടാതെ ഇളക്കി വെക്കുക. ഞാൻ ആദ്യം പറഞ്ഞില്ല എനിക്കൊരു മിസ്റ്റേക്ക് പറ്റുന്നത്, അത് ഇവിടെ ആട്ടോ. ഞാൻ തിളച്ച പാലിനകത്ത് കൊണ്ടിളക്കിയപ്പോൾ ഭയങ്കരമായിട്ട് കട്ട കുത്തിയായിരുന്നു. പിന്നെ അത് ചൂടാറിന് ശേഷം മിക്സിക്കകത്ത് അടിച്ചിട്ടൊക്കെ ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ നിങ്ങളും അത് ശ്രദ്ധിക്കുക കേട്ടോ. എന്നിട്ട് ബാക്കിയുള്ള പാല് നന്നായിട്ട് ചൂടാക്കിയിട്ട് അതിനകത്തോട്ട് നമ്മൾ കലക്കി വെച്ച് കസ്റ്റർഡിന് മിക്സ് ചെയ്ത് ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് കുറുക്കിയെടുക്കുക. എന്നിട്ട് ഇത് തണുക്കാതിരിക്കട്ടെ, അപ്പോഴത്തേക്കും നമുക്ക് ഫ്രൂട്ട്സ് കട്ട് ചെയ്യാം കേട്ടോ. ഫ്രൂട്ട്സിനകത്താണെങ്കിൽ ആപ്പിളും പോമഗ്രനേറ്റും പഴവും ഒക്കെ ഇടാം കേട്ടോ. പക്ഷേ ഈ പുളിപ്പുള്ള സിട്രിക് ഫ്രൂട്ട്സ് ഉണ്ടല്ലോ, അതായത് ഓറഞ്ച്, പൈനാപ്പിൾ, അതൊക്കെ ഇടുമ്പോൾ ജസ്റ്റ് ഒന്ന് ഷുഗർ സിറപ്പിനകത്ത് വല്ലതും കോട്ട് ചെയ്തിട്ടാൽ മതി, അല്ലെങ്കിൽ അത് ഇടാതിരിക്കുന്നതാണ് ബെറ്റർ. ഇത്രയും ഫ്രൂട്ട്സൊക്കെ കുഞ്ഞായിട്ട് മുറിക്കുക. അതിനകത്ത് പോമഗ്രനേറ്റും ആപ്പിളൊക്കെ ഇച്ചിരി അധികം ഇട്ടാലും കുഴപ്പമില്ല. ക്രഞ്ചി ആയിട്ടുള്ള ഫ്രൂട്ട്സ് നല്ല ടേസ്റ്റാണ്. പിന്നെ പഴം ഉണ്ടല്ലോ, അത് അടിപൊളിയായിട്ട് കസ്റ്റർഡിനകത്ത്. പിന്നെ നല്ല മധുരമുള്ള ഗ്രേപ്സ് ആണ്, ഗ്രീനും ബ്ലാക്കും, അങ്ങനെ അതും കുഞ്ഞായിട്ട് മുറിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കസ്റ്റർഡ് ഇവിടെ കുറുകി നല്ല സെറ്റായിട്ട് ചൂടാറി വന്നിട്ടുണ്ട്. പിന്നെന്താ, അതിനകത്തോട്ട് എല്ലാ ഫ്രൂട്ട്സും കൊണ്ട് പതിയെ കൊണ്ട് മിക്സ് ചെയ്യുക. ഇനി ഈ സമയത്ത് നിങ്ങൾക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ വേണമെങ്കിൽ അതും ആഡ് ചെയ്യാം കേട്ടോ. പിന്നെ ഒത്തിരി ഫ്രൂട്ട്സ് ഇല്ലാതെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ കുറച്ച് ഫ്രൂട്ട്സ് ഇട്ടാലും മതി. എനിക്കിങ്ങനെ ഫ്രൂട്ട്സൊക്കെ ആയിട്ട് ഇങ്ങനെ നിറഞ്ഞിരിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഒരു ഡെസേർട്ടാണല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത്, അപ്പോൾ എന്തായാലും ആ ഒരു ലുക്ക് തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. ഇതിനകത്ത് ഫ്രൂട്ട്സിൻ്റെ മധുരവും പിന്നെ കുറച്ച് ഞാൻ മിൽക്ക് മെയ്ഡ് ഒഴിച്ചിട്ടുണ്ടായിരുന്നേ, അതിൻ്റെ ഒരു മധുരം കൂടി ഉണ്ടായിരുന്നു കേട്ടോ. ഇതിങ്ങനെ കഴിക്കാൻ തന്നെ അടിപൊളി ടേസ്റ്റാണ്. അങ്ങനെ ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ട് നോമ്പ് തുറക്കാറാകുമ്പോൾ അതിന് സംഭവം സെറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഞാൻ ഇച്ചിരി മൊഞ്ച് കൂട്ടാൻ വേണ്ടി കുറച്ച് വാനില ഐസ്ക്രീം കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം എൻ്റെ ഓഫ് ആയതുകൊണ്ട് തന്നെ ഫ്ലാറ്റിൽ 1-2 പേരുണ്ട്, അപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് കഴിക്കാൻ കാണാനൊരു ഭംഗിക്ക് ഞാൻ കുറച്ച് വാനില ഐസ്ക്രീമും അതിൻ്റെ മുകളിൽ കുറച്ച് ആൽമണ്ടൊക്കെ ക്രഷ് ചെയ്തിട്ട് കൊടുത്ത് എന്തായാലും ഉണ്ടല്ലോ, ഇത് കാണുമ്പോൾ എനിക്ക് കൊതി ഇവരെ. നല്ല ടേസ്റ്റായിരുന്നു. മിൽക്ക് മെയ്ഡൊക്കെ ഇങ്ങനെ ഒഴിച്ചതുകൊണ്ടും നല്ലൊരു പ്രത്യേകിച്ച് ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നുണ്ടോ കഴിക്കാനായിട്ട്. വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഒരു സ്പൂൺ കഴിക്കാമെന്നുണ്ട് വിചാരിച്ചേ. ഞാനിവിടെ നിന്നപ്പോൾ 3-4 സ്പൂൺ കഴിച്ചു. അത്രയ്ക്ക് ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.